ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇൻഫോ പാർക്കിൽ നിന്നാണ്. ഇൻഫോ പാർക്കിലേക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഊബർ ഓൺ ആക്കി നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. ഇപ്പോൾ സമയം 6:34 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഊബർ ഓൺ ആക്കാം. ഊബർ ഓൺ ആയിട്ടുണ്ട്. ഊബറിൻ്റെ വിലക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ രാത്രി റൂമിൽ കയറുമ്പോൾ ഒക്കെ സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. റാപ്പിഡോൻ്റെ റീചാർജ് എങ്ങനെ? നമ്മൾ ഇന്നലെ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 0 ആയിട്ടുള്ളൂ. ഇനി യാത്രയും പാട് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ബിയിൽ ഇന്നലെ രാത്രി ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തമ്മനത്തേക്കാട്ടോ 10 കിലോമീറ്റർ 204 സമത് ഇൻഫോ പാർക്ക് മെയിൻ ഗേറ്റ് എടച്ചിറ പോകുന്ന ആ ഭാഗത്തേക്കാണ്. അപ്പോൾ പോയി ആളെ പിക്കട്ടെ. ഇന്നുണ്ട് കേട്ടോ നമുക്കൊരു പഴം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനൊരു 40 കിലോമീറ്റർ ഇന്നലെ രാത്രി പോയാണല്ലേ. പെരുമ്പാവൂർ ഒരു ഹോട്ടലിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ മതിയായിട്ട് കുറച്ച് ബാലൻസ് ഉള്ളത് പാഴ്സൽ കൊടുന്നു. അപ്പോൾ അത് വീട്ടിൽ നിന്ന് കഴിച്ചു. 2 പൊറാട്ടയും മറ്റേ ബട്ടർ ചിക്കൻ ലോലിപോപ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. നമ്മളെ ഫസ്റ്റത്തെ കസ്റ്റമർ ആട്ടത് ഇവൻ്റെ രസമുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്നാണ്, അവിടെ ടാറ്റയുടെ കമ്പനിയിൽ. ആള് പുറത്തു നിന്നാണ് പിക്ക് ചെയ്തത്. പിന്നെ ഇവിടെ തമ്മനത്തേക്ക്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, അവന് വർക്കിന് കയറി സിസ്റ്റൊക്കെ ഓൺ ആക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വിളിക്കണം, ഡോറ് ലോക്കാണ് പറഞ്ഞിട്ട്. അപ്പോൾ അവനോട് എന്താ സംഭവം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ലൈറ്റ് ഇട്ടപ്പോൾ അവരുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഡോറ് അടച്ചതായിരുന്നു. അത് അങ്ങനത്തെ ഡോറാണ്, നമ്മൾ ചെറിയ ബാത്റൂമിൻ്റെ ഡോർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഡോറായിരുന്നു. അപ്പോൾ വീണ്ടും വരേണ്ട അവസ്ഥയായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്കൊരു റിസർവേഷൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എവിടുന്ന അപ്പോൾ ഇത് അയ്യപ്പൻകാവുന്നാണ് പിക്കപ്പ്. 299 ഉണ്ടായി. എവിടുക്കാന്ന് ഡ്രോപ്പ് നോക്കാൻ പറ്റിയില്ല. 7.6 കിലോമീറ്റർ പിക്കപ്പ്. റിസർവേഷന് ഇതെങ്ങനെയും ക്യാൻസൽ ചെയ്ത് കളയണം. 8 കിലോമീറ്ററൊക്കെ പിക്കപ്പ് ഉണ്ട്. 299 രൂപയാണ്. ഞാൻ എത്ര കിലോമീറ്റർ ഉണ്ടോയെന്ന് നോക്കിയില്ല. നമുക്ക് ഏതായാലും ആ ട്രിപ്പ് പിക്ക് ചെയ്യാൻ പോവാം. അത് ഞാൻ സമയം നോക്കുമ്പോൾ 7:30ക്കാണ് പിക്കപ്പ്. 7:11 ആയിട്ടുള്ളൂ. എത്താനുള്ള സമയമുണ്ട്. പക്ഷേ എങ്കിലും അതല്ല, കിലോമീറ്റർ 7 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ പേര് കണ്ടോ, ESSO. പിന്നെന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ലെങ്കിൽ അതിങ്ങനെ പോവാതെ നിൽക്കുമ്പോഴേ, ട്രിപ്പ് എടുത്തിട്ട് പോവാതെ നിൽക്കുമ്പോൾ പ്രശ്നമാണ്. അവരെന്തായാലും റിപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കഴിയണം. എന്നാൽ പിന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക് വേറൊരാൾക്ക് ഈ ട്രിപ്പ് പോയിക്കോളും. കാരണം ഇത് റിസർവേഷൻ ട്രിപ്പാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് റാപ്പിഡോയിലെ യാത്രയിൽ ഏതെങ്കിലും ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് പോവായിരുന്നു. 7 കിലോമീറ്റർ പിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്താണെന്നോ, ഇത് 299 രൂപയുടെ ട്രിപ്പാണ്. 299 റിസർവേഷൻ ആകുമ്പോൾ കുറച്ച് പൈസ കൂടണം, ഒരു 50 റുപ്യാലും കൂടണം. എന്നാലും നമുക്ക് കാര്യമുള്ളൂ. അല്ല സാധാരണ 299 റേറ്റിൻ്റെ ട്രിപ്പ് അത്ര തന്നെ കിലോമീറ്റർ തന്നാൽ നമുക്ക് വലിയ കാര്യമല്ല. കാരണം 7 കിലോമീറ്റർ പിക്ക് ചെയ്യണില്ലേ. എന്തായാലും നോക്കി നോക്കാം, നമുക്ക് ചെന്ന് നോക്കാം. കാരണം ഇത് കഴിഞ്ഞാലുള്ളൂ വേറെ ട്രിപ്പ് വരുള്ളൂ. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ വേറെ ട്രിപ്പൊന്നും അടിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആലോചിക്കും, അതെടുത്ത് പോയാൽ മതിയെന്ന് ആലോചിക്കും. അപ്പോൾ അതിലാറല്ലേ പോവും. അപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലല്ലോ. 7:12 ആയിക്കോണം സമയം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ആ റിസർവേഷന് നമ്മളെ കരിമുകൾ ഭാഗത്തുള്ള കൊച്ചി റിഫൈനറി അവിടേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു കോയമ്പത്തൂരുകാരനാണ്, ഏകദേശമൊക്കെ മലയാളം അറിയും. 285 രൂപ 16 കിലോമീറ്റർ 15.97 കിലോമീറ്റർ 34 മിനിറ്റ് എടുത്ത് 330 ടോട്ടൽ വാങ്ങി. 285 നമുക്ക് കിട്ടി. റാപ്പിഡോയിൽ നമുക്ക് അടിക്കുന്നുണ്ടായിരുന്നു എത്ര, 14 കിലോമീറ്റർ ആയിട്ടേ 280 എത്ര ഉണ്ടായിരുന്നു. 14 അല്ല, അത് 11 കിലോമീറ്റർ. പിന്നെ ഒരു 4 കിലോമീറ്ററിൽ 160 രൂപയുടെ ട്രിപ്പ് അടിച്ചു. പിന്നെ റാപ്പിഡ് ഓഫ് ചെയ്തിട്ട് നല്ലോണം ട്രിപ്പുകൾ വന്നപ്പോൾ ഏകദേശം വടക്കേക്കോട്ട് എത്തിയപ്പോഴാണ് ട്രിപ്പ് അടിയാൽ തുടങ്ങി. അപ്പോൾ റാപ്പിഡ് ഓണാക്കിയിട്ടുണ്ട്. ഊബർ ഓണാണ്, എല്ലാം ഓണാണ്. 480 ആയിട്ടുണ്ട് ടോട്ടൽ നമ്മൾ ഇന്നത്തേക്ക് എമൗണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാം. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നറിയോ? നമ്മളെ ജിസ്നമോളെ സ്ഥലത്താനായി. ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. ജിസ്നമോള് ട്രിപ്പ് അടിച്ച പോലെ പണിയും തന്നാൽ പണിയാവും. ഇവിടുന്ന് വേഗം എസ്കേപ്പ് അടിക്കട്ടെ. കറക്റ്റ് നമ്മൾ ജിസ്നമോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്. രമ്യ എന്നാണ് പേര് വേറെ ആളാണ്, വേറെ കസ്റ്റമറാണ് രമ്യ. അതേ സ്പോട്ടിൽ നിന്ന് കേട്ടോ ട്രിപ്പ് വന്നിക്കണേ. അതേ റോട്ടിൽ നിന്നാണ് ഉള്ളൂ. ഈ വളവ് കഴിഞ്ഞിട്ടാണ് ആ റോഡ്. ഏതായാലും പോയി ആളെ പിക്കട്ടെ. 209 രൂപ എന്തോ കണ്ട് ക്യാഷ്. കടയിരുപ്പെന്ന് തോന്നുന്നുണ്ട്, കടയിരുപ്പ്. നമ്മൾ വഴിയൊന്നും ചെറുതായിട്ട് മാറി, ചെറിയൊരു വില്ലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ റോഡാണ്, ഈ വലിയ റോഡുണ്ടോ,
ഇതിലാണ് പോകേണ്ടത്. പക്ഷെ ഞാൻ ഇതിലേ കയറി പോകുന്നത്. എന്താണോ, വേക്കിൽ വലിയ ലോറി ഉണ്ടായിന്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയപ്പോ വേഗം ചവിട്ടി കയറി. അപ്പോൾ സെക്യൂരിറ്റിക്കാരുണ്ട് ഇവിടെ. ചെറിയൊരു വില്ലയാണ്, ലോക്കൽ വില്ലാന്ന് പേര് തന്നെ ഉള്ളൂ. വീടുകളൊക്കെ നമ്മളെ സാധാരണ വീടുകളെ പോലെ ചെറിയ ചെറിയ വീടുകളാണല്ലോ. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പെട്ടെന്ന് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിക്ക് ചെയ്യാനാണ്, രമ്യ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞ്. അങ്ങനെ കയറിപ്പോന്നത്. ആള് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിക്കാണ്. രമ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്നാവോ. നമുക്ക് എന്തായാലും വഴി മാറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. സെക്യൂരിറ്റിക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം വണ്ടിക്ക് കൂളിംഗ് ഉണ്ടാവട്ടെ, പെട്ടെന്ന് കാണൂല വണ്ടിയിൽ ആളുണ്ടോ ഇല്ലെന്നൊന്നും. ഇത് കണ്ടോ, ഈ റൈറ്റിക്കുള്ള റോഡാണ് നമുക്ക് തിരിയേണ്ടത്. ഇതേതാ റോഡ് ചോദിച്ചാൽ നമ്മള് അന്നൊരു ദിവസം ഫസ്റ്റത്തെ ട്രിപ്പ് അടിച്ചല്ലോ, കടമ്പറഞ്ഞു പറഞ്ഞാണ്ട് ആ സ്കൂളിലേക്ക് പോകുന്ന റോഡാണിത്. എനിക്ക് തോന്നുന്നത് സ്കൂളിൽ നിന്നാണോ എന്നറിയില്ല. ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. രമ്യ എന്നാണ്, രമ്യ. ഈ ഒരു വീട്ടിൽ നിന്നാ കേട്ടോ പിക്കപ്പ് ഉള്ളത്. ഒരു അമ്മച്ചി പോകുന്നുണ്ടോ, ആളല്ല, പുറത്തൊരാൾ നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ മറ്റേ സ്കൂളുണ്ടല്ലോ, സ്കൂളിനോട് ചാരിയിട്ട് റോഡുണ്ട്. ആ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളിൽ കയറിയിട്ടാണ് ഈ ട്രിപ്പ് ഉള്ളത്. ഇതൊരു റിസർവേഷൻ ആട്ടോ. ഓക്കെ, 8:30 8:22 ആയിട്ടുള്ളൂ. ഇതാണ്ടോ 8:30 8:22 റിസർവേഷനാണ് വന്നിട്ടുള്ളത്. നേരത്തെ അതേപോലത്തെ റിസർവേഷന്, സ്പോട്ട് റിസർവേഷൻ എന്ന് ഇതിന് പറയാം. 215 രൂപ അല്ലേ. ഇതിലൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 5 മിനിറ്റ് ആഫ്റ്റർ ദി പിക്കപ്പ് ടൈം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റിസർവേഷനാണ് ഇതിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനത്തെ സ്പോട്ട് റിസർവേഷന് സാധാരണ ട്രിപ്പ് പോലെ ആയിട്ടാണ് വരിക നമുക്ക്. അതുകൊണ്ട് നമ്മൾ റിസർവേഷനാണ് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ നാളെ രാത്രി ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇതേ സ്പോട്ടിൽ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ എന്തോ പിക്കപ്പ് കിട്ടിയിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് രാത്രി ആ ഭാഗത്തേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അന്ന് ഈ ഫ്ലാറ്റിലേക്കാണ് ഡ്രോപ്പ് ചെയ്തത്. ഇന്നത്തെ കസ്റ്റമർ ഇവിടെ എന്തോ എന്താ ഇതോ അതിൻ്റെ എന്തോ ഒരു സംഭവമാണ്. ഇങ്ങോട്ട് എന്തോ സ്റ്റുഡൻ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. ആ സമയം നേരം വെളുത്ത സമയമായതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ സമയമായതുകൊണ്ട് 8:45 ഇപ്പോൾ സമയം. വല്ല ഇൻഫോ പാർക്കൊക്കെ ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യം. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് വണ്ടിയുമ്പോൾ ഒരു സംഭവം കാണുന്നത്. നമ്മളൊരു വീൽ കപ്പ് എവിടെയോ ചാടിപ്പോയിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് നമ്മളെ വീൽ കപ്പ്. അപ്പം ഞാൻ പോരുന്ന വഴിക്ക് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. സ്പീഡ് വന്നിട്ട് നിരക്കലും ബ്രേക്ക് പിടിക്കലൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയിൽ സാധനം പോയിക്കണമെന്ന് തോന്നുന്നുണ്ട്. എവിടെയും പോയിക്കണ അറിയില്ല. ഞാൻ മറ്റേ ഈ വീൽ കപ്പം ടാഗ് ഇടുമല്ലോ, ഈ ചെറിയ ടാഗ്, ഈ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് മാത്രം. അപ്പോൾ അതെവിടെ ചാടിപ്പോയിട്ടുണ്ട്. നമുക്ക് പോകുന്ന വഴികളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ ചെന്ന് നോക്കി നോക്കാം. ഏതായാലും ഇത് കുറച്ചൊരു ഉള്ളേരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ ചെന്ന് നോക്കാം. എവിടെയും കിടക്കണ്ടോക്കട്ടെ. പല വണ്ടിയും കയറിക്കണമെങ്കിൽ പറ്റൂല. നമുക്ക് ഇത് മാത്രം ഒരു വീലുമ്പോൾ മാത്രം ഇടാക്കുമ്പോൾ ഒരു രസമില്ല. ട്രൗസർ ഇടാത്ത പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കളയാം. എന്നിട്ട് നോർമൽ വീൽ കപ്പ് വാങ്ങിയിട്ട് ഇടണം. ഇതിനെന്താ വെച്ചാൽ ചെറിയൊരു പൊന്തലുണ്ട്. ഈ വീൽ കപ്പ് വീലുമ്പോൾ കുറച്ച് തള്ളി നിൽക്കും. അപ്പോൾ എവിടെയൊക്കെ തട്ടി അപ്പോൾ കൊഴിഞ്ഞാടും. അപ്പോൾ ഇനി നോർമൽ വീൽ കപ്പ് ഇടണം. അതാകുമ്പോൾ ഒന്ന് പോയാലും ഒന്നായിട്ട് ചിലപ്പോൾ വാങ്ങാൻ കിട്ടും. ഇത് കോംബോ ആയിക്കാണ്ടേ വാങ്ങാൻ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഏതായാലും 2 മാസം 3 മാസത്തോളം യൂസ് ചെയ്തിരിക്കണേ മതി. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒക്കെപ്പാടെടുത്ത് വലിച്ചറിയാം. അല്ലെങ്കിൽ ഈ മോഡൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സിംഗിളായിട്ട് വാങ്ങാൻ കിട്ടുന്ന ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോണ്ടി. ഈ വീൽ കപ്പ് ഒരു കണ്ണാപ്പി ലുക്ക് വീൽ കപ്പ്. ഞാൻ പിന്നെ കുറഞ്ഞ് കിട്ടിയപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫസ്റ്റത്തെ കച്ചവടം ആയിക്കോട്ട് എഴുതിയിട്ട് വാങ്ങിയതായിരുന്നു. ഇവിടെ എവിടെയും ചാടിക്കണോ നോക്കട്ടെ. ഞാൻ ഇവിടെ പോരുന്ന വഴിക്ക് രണ്ടോടത്ത് ഇങ്ങനെ വല്ല കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയും ചാടിക്കണമെന്ന് അറിയില്ല. ഇല്ലാന്നിട്ട് നമുക്ക് ഇങ്ങനെ പോകുന്ന വഴികളിൽ ഇങ്ങനെ ചെന്ന് നോക്കാം. എവിടെയും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമ്മൾ അഭ്യാസം കാണിച്ച അവിടെ ഒന്നും അല്ല കേട്ടോ. ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങനെ സ്പീഡ് പോയത്. അവിടെ ഒന്നും സാധനം കാണാനില്ല. അപ്പം എനിക്ക് തോന്നുന്നു വേറെ എവിടെയൊക്കെയാണ് പോരുന്ന വഴിക്ക് റോഡ് മോശപ്പെട്ട റോഡുകൾ ഉണ്ടായിരുന്നു. ചെറിയ എഡ്ജിലൊക്കെ ചാടുമ്പോൾ അവിടെയൊക്കെ ചാടിക്കണമെന്ന് അറിയില്ല. ഞാനിപ്പോൾ മറ്റേ ഡ്രോപ്പ് ചെയ്ത സ്ഥലം വരെ പോയി. ഡ്രോപ്പ് ചെയ്തോടത്ത് പോയിട്ട് അവിടെ പോയി ഒടിച്ച് പോന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സാധനം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, അവിടെ പോയാൽ മതിയേനു. ഇനിയിപ്പോൾ ആ പരിപാടി ഇല്ലല്ലോ. അപ്പം എല്ലാം പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കൂടി ഇങ്ങനെ ചെന്ന് നോക്കാം നമുക്ക്. കരിമകൾ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ട്രിപ്പ് അടിയിൽ കുറവായിരിക്കും. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല, വെറുതെ കാലടിച്ച് പോകുന്നു എന്നുള്ളത്. അതിന് മുമ്പ് ട്രിപ്പ് അടിച്ചാൽ മൂഞ്ചും. ട്രിപ്പ് അടിച്ചാൽ നമുക്ക് എടുത്ത് ഓടാം. വേലിക്കപ്പിനോട് പോയി പണി വെക്കാൻ പറയാം. നമ്മളിവിടെ കരിങ്ങാച്ചിറ വരെ ഇങ്ങനെ പോകുന്നു കേട്ടോ, എവിടെ സ്റ്റോപ്പ് ഇടാണ്ട്. അപ്പോൾ നമുക്ക് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പിക്കപ്പ് അടിച്ചിട്ടുണ്ട് നെട്ടൂരിലേക്ക്, രമ്യ. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. അത് നമ്മളെ ലക്ഷോർ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 166 രൂപയാണ് നമുക്ക് കിട്ടിയത്.
നമ്മൾ വീണ്ടും ലക്ഷോർ ഹോസ്പിറ്റലിലേക്ക് എത്തി. നമുക്ക് അവിടുന്ന് ലിമെറിഡേന്ന് ഒരു 100 രൂപയുടെ ട്രിപ്പ് അടിച്ചു, 2 കിലോമീറ്റർ ഡ്രോപ്പിൽ. അത് ലക്ഷോർ ഹോസ്പിറ്റലിലേക്കായിരുന്നു. 150 ആയിരുന്നു ടോട്ടൽ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. 155 ഇട്ടു. അതെന്താ അങ്ങനെ ഒരു കണക്കുന്നാവോ? 155 ഇട്ടിട്ടുണ്ട് ആള്. വലിയ ഏടിയായിരുന്നു. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 240 രൂപയുടെ തൃപ്പൂണിത്തറക്ക്. അപ്പോൾ ഇതുവരെ ഈ റോഡിന്റെ അപ്പുറത്തായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ AC ഇട്ട് ഇങ്ങനെ ഇരുന്നു. ഒരു ട്രിപ്പ് അടിച്ചില്ല. അപ്പോൾ നേരെ അവിടെ സിഗ്നലിൽ പോയി കറക്റ്റ് സിഗ്നൽ ഓപ്പൺ ആയി. ഇങ്ങോട്ട് റൈറ്റ് ആണ് തിരിഞ്ഞപ്പോൾ ഒരു ട്രിപ്പാണ് അടിച്ച് വീണ്ടും അവിടേക്കാണ്. ഇനിയിപ്പോൾ ആ സിഗ്നലൊക്കെ ഇപ്പോൾ അവിടെ താണ്ടി അങ്ങോട്ട് തന്നെ പോകണം. എന്തൊരു കഷ്ടമാണ്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ, ഈ സർവീസ് റോഡിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റായി. തൃപ്പൂണിത്തറക്കാണ്, ഈ ഭാഗത്തേക്ക് തന്നെ പോരാ. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ പണി പാടും. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അതായത് ചേച്ചിയായിരുന്നു, ആള് ഗർഭിണിയാണ്. അപ്പോൾ 500 രൂപ തന്നു. 295 ആയിരുന്നു. അപ്പോൾ ബാക്കി 205 ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി CNG റിസർവ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാനിപ്പോൾ പരിപാടി നിർത്തിയിട്ട് നേരെ റൂമിൽ പോകും. CNG അടിക്കൂല, കാരണം നാട്ടിൽ പോവാണ്. അപ്പോൾ പിന്നെ വെറുതെ CNG അടിച്ചിട്ട് വണ്ടിയിൽ വെക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് നോക്കട്ടെ, നോക്കിയിട്ട് തീരുമാനിക്കട്ടെ. ഹലോ ഹലോ, റെയിൽവേ സ്റ്റേഷനിലാണല്ലേ? റെയിൽവേ സ്റ്റേഷനിലാണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പത്തോ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്, 100 മീറ്റർ അപ്പുറത്ത്. നമ്മളിങ്ങനെ ഓഫ് ചെയ്യണോ വേണ്ട ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കാക്കനാടക്ക് കറക്റ്റ് ഒരു ട്രിപ്പാണ് അടിച്ചത് നമുക്ക്. അപ്പോൾ ഏതായാലും ഇതും പാടെ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. CNG റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് കയറും. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞിട്ടോ. ഇതാണ് നമ്മുടെ കസ്റ്റമർ. നമ്മളെ സ്മാർട്ട് സിറ്റിക്കായിരുന്നു 196 രൂപ. ഈ ഓവർ ഓഫ് ചെയ്യട്ടെ. ഞാൻ ടീ ബ്രേക്ക് ഇട്ടുക്കണമെന്നില്ല ചിന്തയിലാണ്. 1381 രൂപ ഇന്നത്തെ ഏണിങ്സ്. 11:55 കേട്ടോ സമയം. നിർത്തുകയാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. കുറച്ച് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നേരെ ഈവനിങ് 5:27 നമ്മൾ ട്രെയിന്. അതിന് മുമ്പ് വണ്ടി ഒന്ന് കേക്ക് കുട്ടപ്പനാക്കി വെക്കണം. എന്നാലും നമുക്ക് വരുമ്പോൾ പിന്നെ CNG അടിച്ചിട്ട് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും വീടെത്തട്ടെ.